ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും സേഫായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എനിക്കിവിടെ സേഫാണ് കേട്ടോ, ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാൻ. സോ ഇന്നത്തെ നമ്മളുടെ വിഷയം, ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സംസാരിക്കാൻ മടിക്കുന്ന, അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ച് കേട്ടാൽ തന്നെ അയ്യേ ഇതെന്താ പറയുന്നത് എന്ന് വിചാരിക്കുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. എന്താണെന്ന് തബ്നയിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മളുടെ അണ്ടർ ആംസിലും പ്രൈവറ്റ് ഏരിയയിലുമുള്ള ബാഡ് ഓർഡർ, ഒരു പൊട്ട സ്മെല്ല് അല്ലെങ്കിൽ ദുർഗന്ധത്തിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, എസ്പെഷ്യലി സ്ത്രീകളിൽ ഈ പ്രശ്നം ഒരുപാട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവർക്കിത് പുറത്ത് പറയാനായിട്ട് വളരെ മടിയാണ്. ഈവൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കിലും ഡോക്ടറോട് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഒരുപാട് മടിയുള്ള, അയ്യേ ഇതിങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് നമ്മളുടെ ഇടയിലുള്ളത്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധം വരുന്നത്, എങ്ങനെ ഇത് നാച്ചുറലി നമുക്ക് അകറ്റാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് അണ്ടർ ആംസിലെ ഈ ഒരു ദുർഗന്ധം എന്താണ് കാരണം, ഇതെങ്ങനെ മാറ്റാം എന്നുള്ളത് ആദ്യം കേൾക്കാം. അതിനുശേഷം നമ്മുടെ പ്രൈവറ്റ് ഏരിയയിലുള്ള ദുർഗന്ധത്തിനെ പറ്റിയിട്ട് നമുക്ക് കാണാം. സോ അധികം ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വേഗം നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ അണ്ടർ ആംസിലുള്ള ഈ ദുർഗന്ധത്തിനെ പറ്റിയിട്ടാണ്. നമ്മളെല്ലാവരും വേർക്കുന്ന ആൾക്കാരാണ് അല്ലേ. ചിലർക്ക് ഈ വേർപ്പ് കൂടി ദുർഗന്ധം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന, ഡെയിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. കുറേ പേര് കളിയാക്കും, നീ ഭയങ്കര ബാഡ് സ്മെല്ലാണല്ലോ നിനക്കുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടായി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയാണ് നമുക്ക്, എന്താണ് ഈ കാരണം എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. സോ എന്തുകൊണ്ടാണ് ഈ ദുർഗന്ധം വരുന്നത്? ഈ വേർപ്പ് എല്ലാവർക്കും സാധാരണ വരുന്നതാണ്. ഈ വേർപ്പ് ചൂടുള്ള സമയത്തൊക്കെ നമ്മളെല്ലാവരും വേർക്കുന്ന ആൾക്കാരാണ്. സോ എന്തുകൊണ്ട് ഈ വിയർപ്പിൽ നിന്ന് ഈ ദുർഗന്ധം വരുന്നു, ഇതെങ്ങനെ നമുക്ക് നാച്ചുറലി മാറ്റാം എന്നൊക്കെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണ്, ഞാനൊരു ഡോക്ടറല്ല, എനിക്കിതിനെപ്പറ്റി ആധികാരികമായി പറയാനുള്ളൊരു അവകാശമില്ല. പക്ഷെ ഞാൻ ഇതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. എസ്പെഷ്യലി യൂട്യൂബിൽ ഒരു ഡോക്ടറുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഡോക്ടർ രാജേഷ് കുമാർ. സോ ഡോക്ടറുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും പുറമേ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ എല്ലാവരും ഈ വീഡിയോ കേൾക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് വിയർപ്പ്, ഈ സ്വെറ്റിങ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും വേർക്കുന്ന ആൾക്കാരാണ്. പക്ഷേ നമ്മളെല്ലാവരും വേർക്കുമെങ്കിലും ചില ആൾക്കാർക്ക് വേർപ്പ് കൂടുതലായിട്ട് ഈ ഒരു ദുർഗന്ധം വരുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? സോ മെയിൻലി ഇത് ഹെറിഡിറ്ററി ആണ്. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് വീട്ടിലുള്ള എല്ലാവരും ഒരുപാട് വേർക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് കൂടുതൽ അവരിൽ നമുക്ക് കാണപ്പെടുന്നതാണ്. ആൻഡ് ഓൾസോ നമ്മളെല്ലാവരും വേർക്കും എന്നുണ്ടെങ്കിലും ഈ ദുർഗന്ധം എങ്ങനെയാണ് വരുന്നത്? അവിടെ ബാക്ടീരിയയുടെ ഒരു കളിയുണ്ട് കേട്ടോ. ഉണ്ടെങ്കിലും അവിടെ ബാക്ടീരിയയുടെ ഒരു ഉൽപ്പാദനം കൊണ്ടാണ് നമുക്ക് ഈ ദുർഗന്ധം എന്നുള്ള ഫാക്ടർ അവിടെ വരുന്നത്. സോ ഇതിന് കുറേ കാരണങ്ങളുണ്ട്. കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഒന്ന് ഹെറിഡിറ്ററി ആയിട്ട് വരാം, അല്ലെങ്കിൽ കുറേ അസുഖമുള്ള ആൾക്കാർ, അതിൽ നമുക്ക് പറയാം ഡയബറ്റിസ്, അതേപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതേപോലെ പെണ്ണുങ്ങളിലാണെങ്കിൽ PCOD പോലെ അസുഖങ്ങളുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് സ്വെറ്റ് ചെയ്യുന്നതും ഇവർക്ക് ഈ ദുർഗന്ധം ഫേസ് ചെയ്യുന്ന പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ തന്നെ അമിതവണ്ണം, ഓവർ ഫാറ്റ്, ഓവർ വെയ്റ്റ്, ഇതിന് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. നമുക്കിപ്പോൾ അമിതവണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതലായിട്ട് വേർക്കാൻ അവർക്ക് സാധ്യത കൂടുതലാണ് കേട്ടോ. അതേപോലെ തന്നെ ചില ഭക്ഷണങ്ങളും ഇതിന് മെയിനായിട്ട് കാരണം ഉണ്ടാക്കുന്നുണ്ട്. മെയിൻലി പറയുകയാണെങ്കിൽ മീറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ, അതും റെഡ് മീറ്റ്, അതായത് ബീഫ് പോലുള്ള റെഡ് മീറ്റ് കഴിക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നുണ്ട്. സോ ഇങ്ങനത്തെ മീറ്റ് കഴിക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് അമിതമായി വേർക്കുക, അമിതമായി ദുർഗന്ധമൊക്കെ കാണപ്പെടുന്നുണ്ട്. ഇതേപോലെ തന്നെ വെജിറ്റബിൾസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളി, ചെറുള്ളി, അതേപോലെ ഗാർലിക് ഇല്ലേ, വെളുത്തുള്ളി, ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് ഈ ഒരു സ്മെല്ല് നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ഉള്ളി വെളുത്തുള്ളിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ശ്വാസത്തിൽ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ സ്വെറ്റിൽ ഇത് അബ്സോർബ് ആയിട്ട് ഈ ഒരു ദുർഗന്ധം പുറപ്പെടുവിക്കും കേട്ടോ. സോ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും ഈ ഒരു ദുർഗന്ധത്തിൻ്റെ ഫാക്ടർ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്ന് നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് ഇത്തരം ഭക്ഷണങ്ങളാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ദുർഗന്ധം ഉണ്ടാക്കുന്നതെങ്കിൽ അത് മെയിനായിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതലായിട്ടും വെജിറ്റേറിയൻസിനേക്കാളും നോൺ വെജിറ്റേറിയൻസിലാണ് കൂടുതലായിട്ട് ഈ സ്വെറ്റും അതിൻ്റേതായ ദുർഗന്ധത്തിൻ്റെ ഫാക്ടറും അതിൻ്റെ പ്രശ്നങ്ങളും കാണപ്പെടുന്നത്. സോ അങ്ങനെ ഭക്ഷണങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതേപോലെ ഉള്ളി,
വെളുത്തുള്ളി, ചെറുള്ളി ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ആൻഡ് ഓൾസോ നിങ്ങളിപ്പോൾ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള വണ്ണം കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്തു തുടങ്ങാം കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും അസുഖങ്ങൾ ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾക്കിങ്ങനെ വിയർപ്പിൻ്റെ കാര്യങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റേതായ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ചില മെഡിസിൻസും എസ്പെഷ്യലി ആൻറ്റിബയോട്ടിക്സും ഒക്കെ കഴിക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ട് ഇങ്ങനത്തെ ദുർഗന്ധത്തിൻ്റെ കാര്യങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക്സ് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ കഴിക്കേണ്ടതാണ്. പക്ഷേ ചില ആൾക്കാർ ഡോക്ടറുടെ കറക്റ്റായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ പുറത്തുനിന്നൊക്കെ പോയി ആൻറ്റിബയോട്ടിക്സ് അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഹിസ്റ്റമിൻസ് ഒക്കെ വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇത് നിങ്ങൾ മെയിനായിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാതെ ഒരു മരുന്നും ആരും കഴിക്കാൻ പാടില്ല. സോ ഇങ്ങനത്തെ മരുന്ന് കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ല ബാക്ടീരിയ ഉണ്ട്, ഇതിനെ കൊല്ലാണ് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളുടെ ബാക്ടീരിയയുടെ താളം തെറ്റലുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ദുർഗന്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ നമ്മളുടെ ബോഡിയിൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടത് നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ദുർഗന്ധം വരുന്നില്ല. ഈ സ്വെറ്റ് ചെയ്യുന്നതിന് കൂടെ ഈ ബാക്ടീരിയ ആക്റ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ദുർഗന്ധം പുറപ്പെടുവിക്കുന്നത്. സോ നമുക്ക് ഈ ബാക്ടീരിയനെ എങ്ങനെ ആക്റ്റീവ് ചെയ്യാണ്ടിരിക്കാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സോ ചില ആൾക്കാർക്ക് കുളിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ദുർഗന്ധം അവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. സോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം, എങ്ങനെ ഇത് അവോയ്ഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. സോ നമ്മളിപ്പം ദുർഗന്ധം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നത് നല്ല വെള്ളം വെച്ച് അവിടെ കഴുകുക, എന്നിട്ട് തുടച്ച് ഡ്രൈ ആക്കി വെക്കുക. കൂടുതലായിട്ട് നമ്മുടെ മോയ്സ്ചർ കണ്ടൻറ്റ് ബോഡിയിൽ ഉള്ളപ്പോഴാണ് ഈ സ്വെറ്റ് ചെയ്യാനും അതേപോലെ ദുർഗന്ധം വരാനും കാരണമാകുന്നത്. അപ്പം മാക്സിമം നമ്മുടെ ബോഡിയിൽ ആ ഒരു ഏരിയാസൊക്കെ അണ്ടർആംസൊക്കെ ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ വെള്ളം വെച്ച് തുടച്ച് അവിടെ ഡ്രൈ ആക്കി വെക്കുക. സോ എപ്പോൾ സ്വെറ്റ് ചെയ്യുന്നോ അപ്പോഴാണ് ബാക്ടീരിയ വരുള്ളൂ. ബാക്ടീരിയ വന്നാലാണ് ഈ ദുർഗന്ധം വരുന്നത്. അപ്പം മാക്സിമം നമ്മൾ സ്വെറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോവാണ്, അപ്പോൾ നമുക്കിങ്ങനെ സ്വെറ്റിംഗ് ഉണ്ട് അല്ലെങ്കിൽ ഈ ദുർഗന്ധം വരുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ട് സോഡാ പൗഡർ ഇല്ലേ, സോഡാ പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. സോഡാ പൗഡർ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് ഡ്രൈ ആവുമ്പോൾ പിന്നെ നമുക്ക് സ്വെറ്റിംഗ് കുറയും. അതുകൂടാതെ സോഡ പൗഡറിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ഇല്ലേ, ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ചാലും ഇത് നമുക്ക് വരാണ്ടിരിക്കും കേട്ടോ. ഈ ദുർഗന്ധം ഫേസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കൂടാതെ നമുക്ക് സോഡ പൗഡർ യൂസ് ചെയ്യാൻ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു അലർജി ഫീൽ ചെയ്തേക്കാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ നാരങ്ങയുടെ തൊലി ജസ്റ്റ് റബ്ബ് ചെയ്താലായാലും മതി. ഇത് കൂടാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളുടെ ആപ്പിൾ സിഡർ വിനീഗർ. നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിലും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്താൽ മതി. ഇത് കൂടാതെ നമുക്ക് ഡെയിലി ഇത് നിരോധിക്കാൻ വേണ്ടിയിട്ട് ഡെയിലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമ്മൾ സാധാ കുളിക്കുന്ന വെള്ളത്തിൽ ഉപ്പിട്ട് കുളിക്കുക. ഉപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള കല്ലുപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ലോക്ക് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു സ്വെറ്റിംഗ് ആണെങ്കിലും ദുർഗന്ധം പുറപ്പെടുവിക്കുന്നതാണെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. ഇത് കൂടാതെ നമ്മൾ ചില ആൾക്കാരുണ്ട്, എസ്പെഷ്യലി ഹോസ്റ്റലിലും ഈ ഒരു ടീനേജേഴ്സിലാണ് നമുക്ക് ഈ സ്വഭാവം കണ്ടുവരുന്നത്. നമ്മൾ ഡ്രസ്സ് എവിടേക്കെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഉണക്കാതെയോ അല്ലെങ്കിൽ വെയിലത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു ദുർഗന്ധം പോവാതെയോ മാറി എവിടെയെങ്കിലും ഇടും. എന്നിട്ട് ആ വസ്ത്രം തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും കഴുകാതെ തന്നെ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങൾ യൂസ് ചെയ്ത് മാറിയിടുന്ന വസ്ത്രത്തിൽ ആ ഒരു ഏരിയയിൽ ബാക്ടീരിയയുടെ ഒരു കോളനി പോലെ തന്നെ ബാക്ടീരിയാസ് ഇരിക്കുന്നുണ്ടാവും. സോ വീണ്ടും നിങ്ങൾ ഈ അതേ വസ്ത്രം എടുത്ത് ധരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്ടീരിയ വീണ്ടും ആക്ടിവേറ്റ് ആയിട്ട് അവിടെ വീണ്ടും ദുർഗന്ധം പുറപ്പെടുവിക്കുകയാണ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ചൂട് കാലങ്ങളിൽ നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമുക്കവിടെ ഒരു എയർ കടക്കാനുള്ള സ്പേസ് ഇല്ലാതെ അവിടെ നമ്മളുടെ ബോഡി ചൂടായിട്ട് സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് വരാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു. ആ വിയർപ്പ് ഉണ്ടാകുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ ബാക്ടീരിയ അവിടെ ആക്ടിവേറ്റ് ആയിട്ട് ഈ ദുർഗന്ധത്തിനും കാരണമാവുന്നുണ്ട്. സോ ചൂടുള്ള സമയത്തൊക്കെ അധികം ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാതിരിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ കാറ്റ് കടക്കാത്ത വസ്ത്രങ്ങളുണ്ടല്ലോ, അതായത് സിൽക്ക് പോലത്തെ അല്ലെങ്കിൽ പോളിസ്റ്റർ പോലത്തെ തുണി ധരിക്കാതെ മാക്സിമം കോട്ടൺ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഇത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പുറത്ത് കുറച്ച് മെഡിസിൻസ് നമുക്ക് കിട്ടും. മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്പ്രേയും കിട്ടും. നമ്മളുടെ സ്വെറ്റ് അധികം പുറപ്പെടുവിക്കുന്ന ആൾക്കാർക്ക് സ്വെറ്റ് തടയാൻ വേണ്ടിയിട്ടുള്ള
സ്പ്രേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ പോയി വാങ്ങിക്കാതെ ആദ്യം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം പോയി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ നമ്മളിപ്പോൾ സ്വെറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ ഇത് ദുർഗന്ധമാണല്ലോ എന്ന് വിചാരിച്ച് കുറേ സ്പ്രേ അടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബിക്കോസ് എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് പിന്നെ ഉണ്ടാവുക. നമ്മളുടെ സ്വെറ്റിൻ്റെയും വിയർപ്പിൻ്റെ സ്മെല്ലും ഈ സ്പ്രേയുടെ സ്മെല്ലും കൂടെ കലർന്നിട്ട് വളരെ ഒരു സഹിക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ മാക്സിമം നമ്മൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വെള്ളം വെച്ച് കഴുകി അവിടെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ വിയർപ്പിനെയും ദുർഗന്ധത്തിനെയും തടയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മളുടെ ലൈഫിൽ. ഓക്കെ ഗൈസ്, സോ ഞാനിപ്പോൾ സംസാരിച്ചത് നമ്മളുടെ അണ്ടർ ആംസിലെ അതായത് നമ്മളുടെ കക്ഷത്തിലെ വിയർപ്പും അത് സംബന്ധിച്ച് വരുന്ന ദുർഗന്ധത്തിനെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. എന്താണ് കാരണം, അതെങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ പ്രൈവറ്റ് ഏരിയ, അതായത് ലേഡീസിന് വജൈനൽ ഏരിയയിൽ എങ്ങനെ ദുർഗന്ധം വരാതിരിക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മളുടെ വെജൈന എന്ന് പറയുന്നത് നമ്മളുടെ സെക്ഷൽ ഓർഗനാണ് കേട്ടോ. ഒരു വുമൻ്റെ അല്ലെങ്കിൽ ഒരു ഫീമെയിലിൻ്റെ സെക്ഷൽ ബോഡി പാർട്ടാണ് വെജൈന എന്ന് പറയുന്നത്. സോ അവിടെ ഓൾറെഡി നമുക്ക് ഓരോ സെക്രീഷൻസ് വെജൈനയിൽ ഉണ്ടാവും. അത് കൂടാതെ ഒരു കൂട്ടം ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസും അവിടെ ഉണ്ടാവും. സോ ഈ ഒരു സെക്രീഷൻസിൻ്റെയും നല്ല ബാക്ടീരിയയും കൂടി കലർന്നിട്ട് നാച്ചുറലി ഒരു സ്ത്രീക്ക് ആ ഒരു ഭാഗത്ത് ഒരു സ്മെല്ല് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ നാണിക്കാനോ അതിനെപ്പറ്റി അയ്യേന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. എല്ലാ സ്ത്രീകൾക്കും നാച്ചുറലി അങ്ങനെ ഒരു സ്മെല്ല് ഉണ്ടായിരിക്കുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാണ് അയ്യോ എനിക്ക് മാത്രമാണോ ഇങ്ങനെയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റാണ്. എല്ലാ സ്ത്രീകൾക്കും, ഈ ലോകത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും നാച്ചുറലി ആ ഒരു ഏരിയയിൽ അങ്ങനത്തെ ഒരു സ്മെല്ല് നാച്ചുറലായിട്ട് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? നമ്മളുടെ വെജൈനൽ ആയിട്ടുള്ള സെക്രീഷൻസ് കൊണ്ടും അതുകൂടാതെ നമ്മളുടെ വെജൈനൽ ഏരിയയിൽ നമുക്ക് നല്ല കുറേ ബാക്ടീരിയാസ് ഉണ്ട്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നല്ല ബാക്ടീരിയാസ് ഉണ്ട്. സോ അവരും പുറപ്പെടുവിക്കുന്ന ഒരു സ്മെല്ലാണ്, അത് നാച്ചുറലായിട്ടാണ് ഉണ്ടാവുക. ചിലവർക്ക് ഈ ഒരു ഏരിയയിൽ കുറച്ചധികം പൊട്ട സ്മെല്ല് ഫീൽ ചെയ്യും, ഒരു ദുർഗന്ധം ഫീൽ ചെയ്യും. ഇത് നാച്ചുറൽ സ്മെല്ല് അല്ലാതെ, അത് വൃത്തിയായിട്ടൊരു സ്മെല്ലല്ല കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ല് അത്രയും മോശമായിട്ട് നമുക്ക് തോന്നുന്നൊരു സ്മെല്ലല്ല. പക്ഷെ ചില ആൾക്കാരിൽ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടൊരു ദുർഗന്ധം പോലെ ഫീൽ ചെയ്യും. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഫിഷി ഓർഡർ, ഒരു മീനിൻ്റെ ഒരു സ്മെല്ല് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്നത് മൂലമാണ് അങ്ങനെ തോന്നുന്നത്. സോ എങ്ങനെയാണ് ഈ ബാക്ടീരിയൽ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് നല്ല ബാക്ടീരിയാസ് ഉണ്ട് അവിടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പൊട്ട ബാക്ടീരിയാസ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ദുർഗന്ധം ഫീൽ ചെയ്യുന്നത് കേട്ടോ. സോ ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ബാക്ടീരിയാസ് പെരുകുമ്പോഴാണ് നമുക്ക് ഈ ദുർഗന്ധം ഫീൽ ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവേണ്ടതെന്ന് മനസ്സിലാവണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മളുടെ ഓരോ ബോഡി പാർട്സിനും നമ്മൾ ഓരോ കാര്യങ്ങൾക്കും pH ലെവലുണ്ട്. സോ നമ്മളുടെ വജൈനയുടെ pH എന്ന് പറഞ്ഞാൽ 4.5 ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈറ്റ്ലി അസിഡിക് ആയിട്ടുള്ള pH ആണ്. സോ ഇത് നമ്മൾ എപ്പോഴും ബാലൻസ് ആക്കിക്കൊണ്ട് കൊണ്ടുപോകണം. സോ ഇതിൽ കൂടുതൽ അസിഡിക് ആകുമ്പോഴാണ് ഈ 4.5 എന്നുള്ള വാല്യൂവിനേക്കാളും കൂടുതൽ അസിഡിക് pH ആവുമ്പോഴാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് പെരുകുന്നതും അതിന് നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാക്കുന്നത്. സോ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കുറേ രോഗങ്ങൾക്ക് വേണ്ടി മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരിൽ അല്ലെങ്കിൽ വേറെ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ചില മരുന്നുകളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. അതുകൂടാതെ നമ്മുടെ വെജൈനൽ ഏരിയയിൽ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്, അത് ഡ്രൈ ആക്കാനും ഇവർ സഹായിക്കുന്നുണ്ട്. സഹായിക്കില്ല, ഇവർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യമില്ലാത്ത ബാക്ടീരിയാസ് പെരുകിയിട്ട് pH ലെവൽ കൂടുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബയോളജിയിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ഈ ബാക്ടീരിയാസ് എപ്പോഴാണ് പെരുകുന്നത്, നമ്മളുടെ pH അസിഡിക് ആകുമ്പോഴും അതുകൂടാതെ നല്ല ചൂടുള്ള കണ്ടീഷൻസ് വരുമ്പോഴാണ് നമ്മളുടെ ഈ പൊട്ട ബാക്ടീരിയാസ് പെരുകുന്നത്. സോ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ വജൈനൽ ഏരിയയിലെ pH ലെവൽ കൂടുമ്പോൾ ഈ നല്ല ബാക്ടീരിയനേക്കാളും കൂടുതലായിട്ട് ഈ ആവശ്യമില്ലാത്ത പൊട്ട ബാക്ടീരിയ പെരുകുമ്പോഴാണ് നമുക്ക് ഈ ദുർഗന്ധം ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇത് കൂടാതെ മെഡിസിൻസ് എന്നുള്ളത് കൂടാതെ അമിതമായി വിയർക്കുന്ന ആൾക്കാരിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അമിതമായി അവർ വിയർക്കുന്നുണ്ട്. ഈ വിയർപ്പ് കാരണം ഈ ദുർഗന്ധം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള ആൾക്കാർ മെയിനായിട്ട് വണ്ണം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ അസുഖങ്ങളുള്ള ആൾക്കാർ ആണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അത് മാറാനുള്ള മരുന്നുകൾ കഴിച്ചു തുടങ്ങാനും ശ്രദ്ധിക്കുക.
ഇത് കൂടാതെ ചില ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി, വെളുത്തുള്ളി എന്നൊക്കെ എന്നുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും നമ്മൾക്കൊരു പൊട്ട സ്മെല്ല് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് കൂടാതെ നമ്മളിപ്പോൾ എല്ലാവരും ഫാസ്റ്റ് ഫുഡ്സൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. ബർഗർ, അതുപോലെ ഫാസ്റ്റ് ഫുഡ്സ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ്. സോ ഇതിലുള്ള നമ്മളുടെ മീറ്റ്സിൻ്റെ ഹോർമോണൽ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടും അങ്ങനെ വരുമ്പോഴും നമ്മളുടെ ഈ ഒരു pH ലെവൽ അതിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ടും നമുക്കിങ്ങനെ ഡിസ്ചാർജിനും നമ്മളുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടാനും ഫംഗൽ ഇൻഫെക്ഷൻ വരാനും സാധ്യതയുണ്ട്. സോ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ നമ്മളുടെ ശരീരത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിസ്ചാർജ് ഉണ്ടാവുമല്ലോ, നമ്മുടെ വജൈനയിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്. അതൊരു എന്താ പറയുക, ഒരു കേടി പോലത്തെ ഒരു രീതിയിൽ വരിക. അതേപോലെ നമുക്കവിടെ ഇച്ചിങ്, ചൊറിച്ചിലുണ്ടാവുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാ ഒരു സ്മെല്ലിനേക്കാളും വളരെ ദുർഗന്ധം, മറ്റുള്ളവർക്കും അനുഭവപ്പെടുന്ന രീതിയിലുള്ള ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട ഒരു ആവശ്യമില്ല. നേരെ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കാം കേട്ടോ. ഇനി എല്ലാവരും ചെയ്യുന്ന വേറെ ഒരു തെറ്റായിട്ടുള്ള കാരണമാണ് നമുക്കിങ്ങനെ ഒരു സ്മെല്ല്, ഒരു പൊട്ട സ്മെല്ല് ഫീൽ ചെയ്യുമ്പോൾ നമ്മളവിടെ കൂടുതലായിട്ടുള്ള നല്ല സ്മെല്ലുള്ള സോപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല സ്പ്രേ ഉപയോഗിക്കുക. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു അബദ്ധമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ. ബിക്കോസ് നമ്മൾ ഈ സെൻറ്റഡ് ആയിട്ടുള്ള സ്പ്രേയോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വെജൈനൽ വാഷസൊക്കെ ഇപ്പോൾ ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് ഇതിൽ വളരെ കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ pH കൂടുതലായിരിക്കും. ഈ സെൻറ്റഡ് ആയിട്ടുള്ള സോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എസിഡിക് ആയിട്ടുള്ള pH ആണ് ഉണ്ടാവുന്നത്. സോ നമ്മൾ അതവിടെ യൂസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ വെജൈനയുടെ ശരിക്കുള്ള pHനേക്കാളും വളരെയധികം കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത ബാക്ടീരിയ അവിടെ പെരുകിയിട്ട് നമുക്ക് ഈ ദുർഗന്ധം പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ ബോഡിയിൽ സ്വയമായിട്ട് വൃത്തിയാക്കുന്ന, സെൽഫായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈവറ്റ് പാർട്ടാണ്, പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ നിങ്ങളവിടെ സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയ വാഷസ് ഉപയോഗിച്ചിട്ടോ കഴുകേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സാധാ വെള്ളം വെച്ച് കഴുകിയാൽ മതി കേട്ടോ. സോ നിങ്ങൾ അതാരും എനിക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഉള്ള നോർമൽ ആയിട്ടുള്ളൊരു കാര്യമാണിത് കേട്ടോ. ഇതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വസ്ത്രങ്ങൾ, ഞാൻ മുൻപ് നമ്മളുടെ അണ്ടർ ആംസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ നമ്മളുടെ ഉപയോഗിക്കുന്ന ഇന്നർ വെയർസ് ഇപ്പോൾ വേറെ വല്ല ക്ലോത്തിൻ്റെ ആണെന്ന് വിചാരിക്കുക, അതായത് സ്പാൻഡെക്സ് അല്ലെങ്കിൽ സിൽക്ക് അല്ലെങ്കിൽ പോളിസ്റ്റർ പോലെ നമ്മളുടെ എയർ കടക്കാത്ത, മോയ്സ്ചർ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ സ്വെറ്റിനെ കടത്തി വിടാത്ത രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആൾക്കാരിലും ഇത് കൂടുതലായിട്ട് ദുർഗന്ധം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ സ്വെറ്റ് അവിടെ തന്നെ ഇരിക്കുകയാണ്. സ്വെറ്റ് അവിടെ ഉണ്ടെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്, ബാക്ടീരിയാസ് കൂടും. സോ നമ്മളുടെ ദുർഗന്ധം വരാണ് ചെയ്യുക. സോ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ക്ലോത്ത്സിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട വേറൊരു കാര്യമാണ്, നമ്മളെല്ലാവരും ഈ കൂടുതലായിട്ട് നമ്മളുടെ അണ്ടർ വെയർസ് അല്ലെങ്കിൽ ഇന്നർ വെയർസ് ഒക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പൊക്കെ വെച്ച് കഴുകാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ വെച്ച് കഴുകുമ്പോൾ നമ്മളുടെ ഈ ക്ലോത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ ഈ സോപ്പൊക്കെ ഇരിക്കും. അപ്പം നമ്മളത് വീണ്ടും ഉപയോഗിക്കുമ്പോൾ എന്താ pHൻ്റെ ഇംബാലൻസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ മെയിനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ അണ്ടർ വെയർസ് അല്ലെങ്കിൽ ഇന്നർ വെയർസ് ഒക്കെ നിങ്ങൾ സ്വയം ഒരു സാധാ വെള്ളത്തിൽ വളരെ മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി നല്ലപോലെ ഉണക്കിയതിന് ശേഷം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉണങ്ങാത്ത അടിവസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ഉണങ്ങാത്ത അണ്ടർവെയർസ് നമ്മൾ ഒരിക്കലും ധരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അതോടെ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഇന്നർ വെയർസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് മെയിനായിട്ട് പറയേണ്ട കാര്യമാണ്, നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്കൊരു മെൻസ്ട്രേഷൻ പീരീഡ് എത്തിയതിന് ശേഷം, നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിക്ക് പീരീഡ്സ് വന്നതിന് ശേഷം നമുക്ക് ഒരു മന്ത്ലി ബേസിസിൽ നമുക്ക് പീരീഡ്സ് അനുഭവപ്പെടുന്നതാണ്. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ടാംപോൺസോ അല്ലെങ്കിൽ പാഡ്സോ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ സെൻറ്റഡ് ആയിട്ടുള്ള പാഡ്സ് ഉണ്ട്. നമുക്ക് പീരീഡ്സ് ടൈമിൽ നമുക്കറിയാം കൂടുതലായിട്ട് ഡിസ്ചാർജും ബ്ലഡിൻ്റെ ഒക്കെ സ്മെല്ല് കാരണം ഒരു ദുർഗന്ധം നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് നാച്ചുറൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് തടയാൻ വേണ്ടിയിട്ട് സെൻറ്റഡ് ആയിട്ടുള്ള പെർഫ്യൂം ഒക്കെ ഉള്ള സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യാതിരിക്കുക, അതേപോലെ ടാംപോൺസ് യൂസ് ചെയ്യാതിരിക്കാം. നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ കൂടുതൽ ഇറിറ്റേഷൻസ് നമ്മുടെ സ്കിന്നിന് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിൻസോ ടാംപോൺസോ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഗൈസ്, സോ ഇത്രയും ഞാൻ പറഞ്ഞതിൽ ഒരു ഉള്ളടക്കം പോലെ ഓക്കെ ഗൈസ്, സോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഒരു ഉള്ളടക്കം പോലെ എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താ വേണ്ടത്, നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയാസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോബയോട്ടിക് ഫുഡ്സ് നന്നായിട്ട് കഴിക്കുക. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്
എന്താണ് നമ്മളുടെ തൈര് കേട് നന്നായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സോ നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ബാക്ടീരിയനെ കൂട്ടിയിട്ട് അതിനെ കൊല്ലാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഡെയിലി ലൈഫിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അണ്ടർ ആംസിലായാലും പ്രൈവറ്റ് ഏരിയാസിലുള്ള ഓർഡറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും അത് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും. സോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പല കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറച്ച് തെറ്റുകൾ അത് തിരുത്തി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഇതൊരു പരിധി വരെ നമുക്ക് മാറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. എങ്കിലും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഫംഗൽ ഇൻഫെക്ഷനോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. അതുകൂടാതെ അത് പറഞ്ഞപ്പോൾ ഞാൻ പറയേണ്ട കാര്യമാണ്, ഒരിക്കലും ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്ന് നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക. നമ്മൾ സ്വയം ഡോക്ടർ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റുള്ള സ്വയം ആരോടും ഇരിക്കണേക്കാളും ഭേദം നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളോട് പറയാം, എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരും, ഡോക്ടറിനെ കാണാൻ അവർ സഹായിക്കും. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള അറിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളുടെ അണ്ടർ ആംസിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഏരിയയിലെ ഓർഡറിനെ, അതായത് ബാഡ് ഓർഡറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ആൻഡ് ഓൾസോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫുള്ള് ഞാനൊരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ട് പഠിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. സോ അതിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞതിലുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള അവകാശം ഞാൻ നിങ്ങൾക്ക് തരികയാണ് കേട്ടോ. അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് തന്നെ തിരുത്താവുന്നതാണ്. അതുകൂടാതെ ഇതേപോലുള്ള ടോപ്പിക്സിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഞാൻ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ സംശയങ്ങളെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ആൻഡ് ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. ആൻഡ് എനിക്ക് പറയാനുള്ള കാര്യം, ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൈവറ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ ആരും മടിക്കരുത്. ഇങ്ങനെ ഒരാൾ സംസാരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ ഒരു കാര്യത്തിൽ മടി കൂടാതെ നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അനലിറ്റിക്സ് നോക്കിയാൽ അറിയാം ഗൈസ് ആരൊക്കെയാണ് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണ്. സോ എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് ആണ്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കോ കേട്ടോ. സോ എൻ്റെ വീഡിയോസ് മുടങ്ങാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്ന് ഈ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ. സോ ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ലവ് യു.